ഹലോ ഓൾ, ഒരു 9 to 5 ജോബാണോ ഒരു ബിസിനസ്സാണോ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുക? ഈ ഒരു ക്വസ്റ്റ്യൻ ഞങ്ങൾ ഈയിടെ നമ്മുടെ മറൈൻ ഡ്രൈവിൽ പോയിട്ട് ഒരു വോക്സ് പോപ്പ് രീതിയിൽ കുറച്ചധികം പേരെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ പറഞ്ഞ ഉത്തരം ബിസിനസ്സിലേക്ക് പോകാനാണ്. ബിസിനസ്. പക്ഷേ ഇതിൽ ഫാക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ 99% ആൾക്കാരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 9 to 5 ജോബാണ്. അതെന്തുകൊണ്ടായിരിക്കും? മേ ബി അവരുടെ സിറ്റുവേഷൻസ് ആവാം, ഇനി അതല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള ആ ഒരു ബിസിനസ് ടുക്കപ്പ് ചെയ്യാനുള്ള ആ ഒരു സമയം ആയിരിക്കും അത്. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു 15 കൊല്ലം സ്ട്രൈറ്റ് ആയിട്ട്, ചിലർ 18 കൊല്ലത്തോളം കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ച് ഒരു ഹ്യൂജ് എമൗണ്ട് നമ്മളെ വിശ്വസിച്ചവർ, അതായത് നമ്മുടെ ഫാമിലി ആവാം, ആരെങ്കിലും ആയിക്കോട്ടെ, നമ്മളെ വിശ്വസിച്ചവർ നമ്മളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തത് വർഷത്തിൽ 12 തവണ മാത്രം സാലറി ഏൺ ചെയ്യാനായിട്ടായിരുന്നു. അതും ഇപ്പോൾ എൻ്റെയൊക്കെ ഫീൽഡാണെന്നുണ്ടെങ്കിൽ, ഒരു വീഡിയോ എഡിറ്റിംഗ് ഫീൽഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഇപ്പോൾ മാക്സിമം ഏൺ ചെയ്യുന്നത് 25,000 ഒക്കെയാണ് മാക്സിമം എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിളിൽ. പക്ഷേ അത്ര ഏൺ ചെയ്യാനായിട്ടായിരുന്നു നമ്മൾ ഇത്രയും നാൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചത്. മേ ബി 9 to 5 ജോബൊക്കെ പഠിച്ചിട്ട് ഒരുപാട് സാലറി ഏൺ ചെയ്യുന്നവരുണ്ടാവാം. പക്ഷെ ഒന്ന് ആലോചിക്കുന്ന സമയത്ത് നമുക്ക് ശരിക്കും ഒരു ക്ലാസ്സിലൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന ടൈമിലുള്ള രീതിയിൽ തന്നെയാണ് നമ്മളിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? രാവിലെ എഴുന്നേൽക്കുന്നു, ആസ് യൂഷ്വൽ രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, നമ്മൾ ജോലിക്ക് പോകുന്നു. ഇത് തന്നെയല്ലായിരുന്നു നമ്മൾ ക്ലാസ്സിൽ രാവിലെ എഴുന്നേൽക്കുന്നു, ക്ലാസ്സിൽ പോകുന്നു, തിരിച്ചു വരുന്നു, വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ലൈഫ് ഓബിയസ്ലി എല്ലാവർക്കും ബോറടിക്കും. ഐഡിയാസ് ഇല്ലാത്ത കാരണമൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഐഡിയാസ് നമ്മുടെ എല്ലാവരുടെ മൈൻഡിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. ചിലത് ഒരു ഹ്യൂജ് സക്സസ് ആവാൻ ചാൻസ് ഉള്ള ബിസിനസ് ഐഡിയാസ് ഉണ്ടാവാം, ചിലത് നമ്മൾ വിചാരിക്കുന്നതിലും ഒരുപാട് മുകളിൽ പോകുന്ന ഒരു ബിസിനസ് ഐഡിയാസ് ആയിരിക്കാം ചിലരുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നത്. പക്ഷേ ഇതൊക്കെ വെറുതെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന ഐഡിയാസ് മാത്രമായിട്ട് ഒതുങ്ങി പോകാറുണ്ട്. അതിൻ്റെ ഒരു റീസൺ എന്തായിരിക്കും? മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മനസ്സിൽ കൂടെ കൊണ്ടുവരുന്ന ഐഡിയ വെറുതെ നമുക്ക് തോന്നിയൊരു തോട്ടാണോ, ഇത് റിയലി സക്സസ്ഫുൾ ആവുമോ, ഇതും കൊണ്ട് നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഹ്യൂജ് റിസ്ക് എടുത്ത് വെച്ചിട്ട് അത് പിന്നെ ഒന്നുമില്ലാത്ത രീതിയിലായിപ്പോൾ, അങ്ങനെ ഒരു തോട്ട് കൊണ്ടാണ് എല്ലാവരും തന്നെ ഈ ഒരു ബിസിനസ് ഐഡിയാസ് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് മടിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഈ ഐഡിയാസിനെ ക്ലിയർ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഇത് സക്സസ് ആവുമോ ഇല്ലയോ എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോറിംഗ് മെത്തേഡ് ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അങ്ങനെ ഒരു മെത്തേഡിനെ കുറിച്ചാണ്. നമ്മളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന, നമ്മൾ ഇൻവെൻറ്റ് ചെയ്ത അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ തോന്നിയ ആ ഒരു ബിസിനസ് ഐഡിയ റിയലി സക്സസ്ഫുൾ ആവുമോ, അതിനി മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിനൊരു സർവൈവൽ ചാൻസ് ഉണ്ടോ, ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ്, ഡെൽറ്റ 4 തിയറി. ഡെൽറ്റ 4 തിയറിയെക്കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഡെൽറ്റ 4 തിയറി, അതായത് നമ്മുടെ ക്രെഡിൻ്റെ ഫ്രീ ചാർജിൻ്റെ ഒക്കെ CEO ആൻഡ് ഫൗണ്ടർ ആയിട്ടുള്ള കുണാൽ ഷാ കണ്ടുപിടിച്ച ഒരു തിയറിയാണ് നമ്മുടെ ബിസിനസ് സക്സസ്ഫുൾ ആവുമോ ഇല്ലയോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോറിംഗ് മെത്തേഡ്. അതായത് സക്സസ്ഫുൾ ആവുമോ ഇല്ലയോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോറിംഗ് മെത്തേഡ് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഉപകാരമല്ലേ അത്? അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഒരു ക്ലിപ്പ് കണ്ടിട്ട് വരാം. എന്താണ് ഡെൽറ്റ 4 തിയറി എന്ന് ഞാൻ ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ക്ലിപ്പ് കണ്ടിട്ട് വരാം. ആദ്യം ഞങ്ങൾ ഐഡിയ വാലിഡേഷൻ, ഞങ്ങൾ കുണാൽ ഷായുടെ ഡെൽറ്റ 4 തിയറി യൂസ് ചെയ്തിട്ട് ഐഡിയ വാലിഡേഷൻ ചെയ്തു. പിന്നെ ആ ടൈമിൽ നമ്മൾ ബുക്സ് വായിക്കുന്നു മെയിനായിട്ട് ചെയ്തിരുന്നത്. ഓക്കെ, ഈ ക്ലിപ്പ് എന്ന് പറയുന്നത് നമ്മൾ റീസെൻ്റ് ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള റെയിൽ റോൾസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അതിൻ്റെ CEO ആൻഡ് കോഫൗണ്ടർ ആയിട്ടുള്ള ഷിബിൻ പറഞ്ഞൊരു ടോക്കാണ്. ഷിബിൻ പറയുന്നത് അവരുടെ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു ഡെൽറ്റ 4 തിയറിയൊക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണെന്നാണ്. ഇനി ഈ ഡെൽറ്റ 4 തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ റെയിൽ റോൾസ് എന്ന് പറയുന്ന ബ്രാൻഡിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. അതായത് നമ്മൾ ഈ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം, നമുക്ക് ഈ ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ട്രെയിനിൽ നിന്ന് കഴിക്കുന്ന ഹൈജീനിക് ആണോ, അവിടെ നിന്ന് കഴിച്ചാൽ വയറിന് വിഷയമുണ്ട്, ഇതൊക്കെ നമ്മൾ സ്ഥിരം കേട്ട് വരുന്നൊരു പല്ലവിയാണ് അല്ലേ? ഇതിനൊരു പരിഹാരമായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർക്ക് സ്റ്റാൻഡേർഡൈസ്, ഹൈജീനിക് ആൻഡ് ഹാൻഡ് വാഷ് ഫ്രീ ആയിട്ടുള്ള ഫുഡ് പ്രോഡക്റ്റ്സ് എത്തിക്കുക എന്നുള്ളതാണ് റെയിൽ റോൾസ് എന്ന് പറയുന്ന ബ്രാൻഡ് ചെയ്തത്. അതായത് അവരുടെ പേര് പോലെ തന്നെ അവർ റോൾസ് രൂപത്തിലാണ് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഹാൻഡ് വാഷ് ഫ്രീ ആയിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു വലിയ ഗ്യാപ്പ് അവർ ബിസിനസ്സിൽ കണ്ടു, അവരത് സ്റ്റാർട്ട് ചെയ്തു. ഇനി ഞാൻ ഡെൽറ്റ 4 തിയറി എന്താണെന്ന് പറയാം. ഇതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതിന് കാരണമുണ്ട്, ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറയാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടിപ്സും ബ്രാൻഡ് സ്റ്റോറീസും അതുപോലെ തന്നെ ഒരുപാട് ബിസിനസ് സ്റ്റോറീസും നമ്മൾ ഈ ചാനൽ ത്രൂ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഡെൽറ്റ 4 തിയറി നമുക്ക് ചുറ്റുമുള്ള ഒരു ഇനഫിഷ്യൻസിനെ കണ്ടുപിടിച്ച് അതിനെ സോൾവ് ചെയ്യുന്ന പ്രൊഡക്റ്റോ സർവീസോ നമ്മൾ ഇന്നോവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിലോട്ട് ഇറക്കുക, നമ്മൾ സെയിൽ ചെയ്യുക. അത് ഡെൽറ്റ 4 തിയറി അനുസരിച്ച് സക്സസ് ആയിരിക്കും. ഇതാണ് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ 4 തിയറി. അതായത് ഞാനൊരു എക്സാമ്പിൾ പറയാം.
നമ്മളിപ്പോൾ ഒരു ടാക്സി, നമ്മളൊരു ഊബർ ബുക്ക് ചെയ്യണം. ഓക്കെ, നമ്മൾ നേരത്തെ എങ്ങനെയായിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത്? നമുക്ക് പരിചയമുള്ള ഒരു ടാക്സി അല്ലെങ്കിൽ ഒരു ഓട്ടോക്കാരൻ്റെ വല്ല നമ്പർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടാക്സിക്കാരൻ്റെ നമ്പർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യും. അവരൊരു ഓട്ടത്തിൽ അല്ലെങ്കിൽ വരും, നമ്മൾ അതിൽ കയറി പോകും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കവല വരെ നടന്ന് ഓട്ടോ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് എല്ലാവരും കൂടെ പോകും. ഇതാണ് നമ്മൾ നേരത്തെ ചെയ്തിരുന്ന ഒരു പ്രോസസ്സ്. ഇപ്പം നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഊബറിൽ ജസ്റ്റ് ഫോൺ എടുക്കുന്നു, ഓക്കെ, ടൈപ്പ് ചെയ്യുന്നു, നമ്മുടെ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യുന്നു, ലൊക്കേഷൻ കൊടുക്കുന്നു, കഴിഞ്ഞു, വണ്ടി വരുന്നു, നമ്മൾ കയറി പോകുന്നു. അപ്പം ഊബർ ചെയ്തതും ഇത് തന്നെയാണ്. അവിടെ കണ്ട ഒരു ഇനഫിഷ്യൻസിനെ അവരുടെ ആ ഒരു ആപ്ലിക്കേഷൻ ഇറക്കി സോൾവ് ചെയ്തു. സോ അത് ഡെൽറ്റ ഫോർ തിയറി അനുസരിച്ച് സക്സസ് ആണ്. അതുപോലെ തന്നെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. നമ്മൾ ഡെയിലി ലൈഫ് യൂസ് ചെയ്യുന്ന ഗൂഗിൾ സെർച്ച് എഞ്ചിൻ, അതുപോലെ തന്നെ ട്രൂ കോളർ. ഗൂഗിൾ സെർച്ച് എഞ്ചിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഒരു ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യണമെങ്കിൽ എത്രമാത്രം പാടായിരുന്നു, ഒരു ഹെക്റ്റിക് പ്രോസസ്സായിരുന്നു. അതായത് നമുക്ക് വലിയൊരു റിസർച്ചൊക്കെയാണ് ചെയ്യാനുണ്ടെങ്കിൽ, നമുക്ക് ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യണമെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ചെന്ന് ഡയറക്റ്റ് ചോദിച്ച് അങ്ങനെയൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടായിരുന്നു. ഇപ്പം നമുക്കൊരു ഇൻഫർമേഷൻ വേണമെങ്കിൽ എന്തെളുപ്പം, ഈവൻ ഞാനീ പറയുന്ന ഈ ഡെൽറ്റ ഫോർ തിയറി പോലും നമ്മൾ ജസ്റ്റ് ChatGPT എടുത്തിട്ട് വാട്ട് ഈസ് ഡെൽറ്റ ഫോർ തിയറി എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തരും. അത്ര ഈസിയായ കാര്യങ്ങൾ. പിന്നെ ട്രൂ കോളർ, നമ്മളിപ്പോൾ വിളിക്കുന്ന അനോണിമസ് കോൾസ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതായത് എഴുതി കാണിക്കും, ഓക്കെ, നമുക്ക് മനസ്സിലാവും ആരാണ് വിളിക്കുന്നത്, സിമ്പിൾ, പരിപാടി കഴിഞ്ഞു. അതുപോലെ തന്നെ IRCTCയുടെ ഓൺലൈൻ ബുക്കിംഗ്, ഈവൻ നമുക്ക് KSRTC പോലും ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാവുന്ന അതിൽ വന്ന ഒരു ഇംപ്രൊവൈസേഷൻ ആണല്ലേ. അതായത് നമുക്ക് നേരത്തെയൊക്കെ സ്റ്റാൻഡിൽ ചെല്ലുന്നു, ബസ് കാത്തു നിൽക്കുന്നു, എപ്പോഴാണ് ബസ് ഉള്ളതെന്ന് നോക്കുന്നു, കയറുന്നു, സീറ്റ് ഉണ്ടെങ്കിൽ ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ അറിയാം ബസ്സിൻ്റെ ടൈം, നമുക്ക് ചെന്ന് നിന്ന് ബസ് വരുന്ന ടൈമിൽ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന സീറ്റിൽ പോയിരിക്കുന്നു, ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാം. ഇതാണ് ഡെൽറ്റ ഫോർ തിയറി അനുസരിച്ച് ഒരു ഇൻഎഫിഷ്യൻസിനെ അവിടെ സോൾവ് ചെയ്യുകയാണ്. നമുക്ക് കാലം കഴിയും തോറും ഈ ഇൻഎഫിഷ്യൻസികൾ കുറഞ്ഞുകൊണ്ടിരിക്കും. അതായത് എല്ലാ ബിസിനസ്സുകളും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഒരു രീതിയിലാണ്. പണ്ട് കാലത്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു, ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്. ഈവൻ ഫോൺസ് വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ കൂടിയും നമുക്ക് ഓഡിയോ കോൾസ് ആയിരുന്നു അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മളെങ്ങനെയാണ് കോൾ ചെയ്യുന്നത്? നമുക്ക് ഏത് കോർണറിലിരിക്കുന്ന ആളെയും വീഡിയോ കോൾ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഇപ്പോൾ അവൈലബിൾ ആണ്. നമുക്ക് ഗ്രൂപ്പ് കോൾസ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ഈവൻ ക്ലാസ് പോലും നമുക്ക് വീട്ടിൽ ഇരുന്ന് കൂടാൻ പറ്റുന്ന രീതിയിൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ഒരു കാലഘട്ടം കഴിയും തോറും ഈ ഇൻഎഫിഷ്യൻസികൾ കുറഞ്ഞ് വന്നുകൊണ്ടേയിരിക്കും. നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ്, ഇപ്പോൾ ഒരു ഇൻഎഫിഷ്യൻസി കണ്ടുപിടിച്ച് അതിനെ സോൾവ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റോ സർവീസോ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് ഒരു ഹ്യൂജ് സക്സസ് ആയിരിക്കും. ഇതാണ് ഡെൽറ്റ ഫോർ തിയറിയുടെ ഒരു സിമ്പിളായിട്ടുള്ള എക്സ്പ്ലനേഷൻ ആൻഡ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വരുന്ന ഒരു മെയിൻ ഡൗട്ട്, ഒരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു ബിസിനസ് ആശയം, നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ബിസിനസ് ഐഡിയ എങ്ങനെ ഡെൽറ്റ ഫോർ തിയറി അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ, അതൊരു സക്സസ് ആവുമോ, ഡെൽറ്റ ഫോർ തിയറി അനുസരിച്ച് അത് സക്സസ് ആണോ, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അത് സിമ്പിളായിട്ട് കുണാൽ ഷാ തന്നെ അതിനൊരു വഴി പറയുന്നുണ്ട്. അതിനാണ് ഡെൽറ്റ ഫോർ ചെക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മൾ അൺലോക്ക് ചെയ്ത ആ പോർട്ട് ഓഫ് ഗോൾഡിനെ, അതായത് നമ്മൾ കണ്ടുപിടിച്ച ആ ഒരു പ്രൊഡക്റ്റ് ഓർ സർവീസിന്, ആ ഒരു പ്രോസസ്സിനെ പറയുന്നത് അൺലോക്കിംഗ് ദ പോർട്ട് ഓഫ് ഗോൾഡ് എന്നാണ്. അതായത് നമ്മൾ ആ ഒരു പോർട്ട് ഓഫ് ഗോൾഡ് അൺലോക്ക് ചെയ്തു, നമ്മൾ ആ ഒരു ഇനഫിഷ്യൻസിനെ സോൾവ് ചെയ്യുന്ന പ്രൊഡക്റ്റോ സർവീസോ കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ ആ പോർട്ട് ഓഫ് ഗോൾഡിനെ അൺലോക്ക് ചെയ്തു. ഇനി അത് ചെക്ക് ചെയ്യുന്നത് ഡെൽറ്റ ഫോർ ചെക്ക് വെച്ചിട്ട് അങ്ങനെ ചെക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. അതായത് സിമ്പിളായിട്ട് നമുക്ക് നിലവിൽ നമ്മൾ കണ്ടുപിടിച്ച ആ പ്രൊഡക്റ്റിന് ബദലായിട്ട് എന്താ ഉള്ളതെന്ന് നോക്കാം. അതിന് നമ്മൾ തന്നെ 10 അതിൻ്റെ ഈവൻ നമുക്ക് തന്നെ മാർക്ക് കൊടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എഴുതുക, ഡിസഡ്വാൻറ്റേജ് എഴുതുക. നമ്മളതിന് 10 മാർക്ക് കൊടുക്കുക, ഒന്ന് സ്കോർ ചെയ്യുക. അതിന് എത്ര സ്കോറെന്ന് എഴുതി വെക്കുക. ഇനി നമ്മൾ കണ്ടുപിടിച്ച പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ സർവീസിന് 10 എത്ര സ്കോർ കൊടുക്കാൻ പറ്റും നോക്കുക. അതായത് ആ ഒരു ഡിസഡ്വാൻറ്റേജസോ അഡ്വാൻറ്റേജസോ നമ്മൾ എഴുതി വെച്ചായിരുന്നു, അതേ രീതിയിൽ തന്നെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ നമ്മൾ റൈറ്റ് ഡൗൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ 10 എത്ര മാർക്ക് കൊടുക്കുമെന്ന് നോക്കുക. ഇനി ആ കൊടുത്ത സ്കോർ എന്ന് പറയുന്നത് 4 അതിന് മുകളിലോ ആണെന്നുണ്ടെങ്കിൽ അത് ഡെൽറ്റ ഫോർ തിയറി അനുസരിച്ച് സക്സസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇനി അതല്ല, നമ്മൾ ഓൾറെഡി നോക്കി വെച്ചിരുന്ന അതിന് മുമ്പ് ബദലായിട്ടുള്ള ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു സർവീസിനും 4ന് മുകളിലുണ്ട്. അപ്പോൾ ആ സ്കോറിന് മുകളിലാണ് നമ്മൾ കൊടുക്കുന്ന സ്കോറെങ്കിൽ, നമ്മൾ ചൂസ് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ച ആ പ്രൊഡക്റ്റിന് നമ്മൾ തന്നെ കൊടുക്കുന്ന സ്കോറെങ്കിൽ അത് സക്സസ് ആയിരിക്കും. ഇങ്ങനെയാണ് നമുക്ക് ഡെൽറ്റ ഫോർ ചെക്ക് വെച്ചിട്ട് നമ്മുടെ പ്രൊഡക്റ്റിനെ ചെക്ക് ചെയ്യാൻ പറ്റുന്നത്. അതൊരു സക്സസ് ആണോ അല്ലയോ, സർവൈവൽ ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്ന ഈ ഒരു രീതിയിലാണ്. സോ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ബിസിനസ് ഐഡിയാസിനെ വെറുതെ എങ്ങനെ ഒരു സൈഡിൽ കൂട്ടിയിടാനുള്ളതല്ല. നമ്മുടെ മനസ്സിൽ വരുന്ന ബിസിനസ് ഐഡിയാസ് ചിലപ്പോൾ ഇനി വരുന്ന കാലത്ത് ഒരു വലിയ സക്സസ് ആവാൻ ചാൻസ് ഉള്ള ഒരു ബിസിനസ് ഐഡിയാസാണ്. ആരും തുടങ്ങിയത് 100-ൽ നിന്നല്ല, എല്ലാവരും തുടങ്ങിയത് 0-ൽ നിന്ന് തന്നെയാണ്. 100-ലോട്ട് എത്തിക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പം
നമുക്ക് മനസ്സിൽ തോന്നിയ ബിസിനസ് ഐഡിയാസ് ഈ ഡെൽറ്റ 4 തിയറി അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യുക, അത് സക്സസ്ഫുൾ ആവുമോ എന്ന് നോക്കുക, നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുക. ആ റിസ്ക് ടേക്കപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ സക്സസ് ആവുക. സീരിയസ്ലി നമുക്കത് പറ്റുമോ ഇല്ലയോ എന്ന് നമ്മൾ അറിയുന്നത് നമ്മളത് ചെയ്തു നോക്കുമ്പോൾ തന്നെയാണ്. അല്ലാതെ അതിന് എത്ര കാൽക്കുലേറ്റ് ചെയ്താലും നമ്മൾ അതിലോട്ട് എത്രമാത്രം ഇനിഷ്യേറ്റീവ് ഇടുന്നുണ്ട് എന്നുള്ളതനുസരിച്ചും കൂടെ ആയിരിക്കും നമ്മളുടെ ആ ഒരു ബിസിനസ് മുമ്പോട്ട് പോകുന്നത്. ഇനിയിപ്പം നമ്മൾ ഡെൽറ്റ 4 തിയറി അനുസരിച്ച് നമ്മളൊരു പ്രൊഡക്റ്റോ സർവീസോ കണ്ടുപിടിച്ചു, നമ്മൾ അതുമായിട്ട് മുമ്പോട്ട് പോവുക. പക്ഷേ നമുക്ക് അതിന് ബദലായിട്ട് വേറൊരു പ്രൊഡക്റ്റ് ഇറങ്ങി. ഇപ്പോൾ ഉദാഹരണത്തിന് ഊബറിന് ബദലായിട്ട് വേറൊരു പ്രൊഡക്റ്റ് ഇറങ്ങി എന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പോൾ എയുടെ കാലമാണ്. സോ ഇന്നോവേഷൻസ് ഭയങ്കര സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ബദലായിട്ട് ഒരു പ്രൊഡക്റ്റ് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്, നന്നായിട്ടുണ്ട്. കുറച്ചുകൂടെ ഇംപ്രവൈസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റോ സർവീസോ ഇറങ്ങിയെന്ന് വിചാരിക്കാം. അപ്പോൾ അവരുടെ ഡെൽറ്റ 4 നമ്മളിപ്പോൾ കൊടുക്കുന്ന സ്കോർ ഒരു 6 അവരുടെ പ്രൊഡക്റ്റോ സർവീസിന് നമുക്ക് 8 സ്കോർ കൊടുക്കാൻ പറ്റും. സോ അവർക്കായിരിക്കും ഓബിയസ്ലി സക്സസ്ഫുൾ ആവുക, അവരായിരിക്കും. പക്ഷെ നമ്മൾ ചെയ്യുന്നത് ബിസിനസ്സാണ്, അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും എന്ന് ഉറപ്പായിട്ട് മുമ്പിൽ കാണണം. നമുക്കെങ്ങനെ അതിന് മുകളിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ എത്തിക്കാൻ പറ്റും എന്ന് റിസർച്ച് ചെയ്യുക, കൂടുതൽ പോയിൻറ്റ്സ് അതിലോട്ട് ആഡ് ചെയ്യുക. എത്രമാത്രം അഡ്വാൻറ്റേജസ് നമ്മുടെ പ്രൊഡക്റ്റിന് നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ആ ഒരു പ്രൊഡക്റ്റ് കമ്പയർ ചെയ്ത ആ പ്രൊഡക്റ്റുമായിട്ട് ഉണ്ടായിരുന്നു, കൂടുതലുണ്ടായിരുന്നു എന്ന് നോക്കിയിട്ട് അതിലോട്ട് വീണ്ടും പോയിൻറ്റ്സ് ആഡ് ചെയ്യാനായിട്ട് നോക്കുക. അങ്ങനെ പോയിൻറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ബിസിനസ് വീണ്ടും സ്ട്രോങ് ആവും. ഡെൽറ്റ 4 തിയറി അനുസരിച്ച് വീണ്ടും നമ്മൾ അപ്പാവും. സോ മനസ്സിൽ തോന്നുന്ന ഒരു ബിസിനസ് ഐഡിയാസും മാറ്റി വയ്ക്കാതിരിക്കുക, അത് ടുക്കപ്പ് ചെയ്യുക, ആ റിസ്ക് ടേക്ക് ചെയ്യുക. ഇനി തോന്നുന്ന ഒരാശയങ്ങളും വെറുതെ കളയാതിരിക്കുക. ഓക്കെ, സോ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലത്തെ ബിസിനസ് ടിപ്സുമായിട്ടും ഐഡിയാസുമായിട്ടും വീണ്ടും വരാം. അതുവരേക്കും ഐ ആം ഡാസ് ആൻ്റണി, സൈനിങ് ഓഫ്. ബൈ.